സംസ്ഥാന സ്കൂൾ കലോത്സവം അങ്ങനെ രണ്ടാം ദിനം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ മത്സരങ്ങളോടെ പുരോഗമിക്കുകയാണ്. 245 പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. 244 പോയിന്റുമായി കോഴിക്കോട് ജില്ല തൊട്ട് അടുത്ത് തന്നെയുണ്ട്. തൃശ്ശൂർ മൂന്നാം സ്ഥാനം തുടരുകയാണ്. രണ്ടാം ദിനമായ ഇന്ന് നാടകം, തിരുവാതിര, ഒപ്പന തുടങ്ങിയ ഗ്ലാമർ ഇനങ്ങളാണ് അരങ്ങേറുന്നത്. ഇപ്പോൾ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഷീജ അവിടെ നിന്നും ചേരുകയാണ്. ഷീജ, ഇന്നത്തെ പ്രത്യേകത, പോയിന്റ് നില, ഈ ഗ്ലാമർ ഇനങ്ങൾ എവിടം വരെയായി ഒക്കെ? ഏതായാലും സ്കൂൾ കലോത്സവം വാശിയേറെ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രധാന വേദിയിൽ ഒപ്പന ഉൾപ്പെടെ ഗ്ലാമർ ഇനങ്ങളുടെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഏതായാലും പോയിന്റ് പട്ടിക പരിശോധിക്കുമ്പോൾ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കണ്ണൂർ 245 പോയിന്റുമായി അവരുടെ ആധിപത്യം തുടരുന്നു. തൊട്ടു പിന്നാലെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കോഴിക്കോട് 244, തൃശൂർ 242, പാലക്കാട് 242, എറണാകുളം 229 എന്ന നിലയിലാണ് ഇപ്പോൾ പോയിന്റ് പട്ടിക ഉള്ളത്. ഏതായാലും മത്സരങ്ങൾ പ്രത്യേകിച്ചും ഈ പ്രധാന വേദിയിൽ ഒപ്പന നടക്കുന്ന മുറയ്ക്ക് തന്നെ മറ്റു വേദികളിലായി തിരുവാതിര നടക്കുന്നുണ്ട്, പൂരക്കളി പുരോഗമിക്കുന്നുണ്ട്, പണിയ നൃത്തം അത് നമുക്കറിയാം. ഇത്തവണ ഉൾപ്പെടുത്തിയ ഒരു 5 ഇനങ്ങളിൽ ഒരെണ്ണമാണ് പ്രാദേശിക തലത്തിലുള്ള കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയതിൽ ഒരെണ്ണമാണ് പണിയ നൃത്തം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ മത്സരങ്ങളും എല്ലാ വേദിയിലും 25 വേദികളിലും മത്സരം കൃത്യമായ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സമയക്രമം പാലിച്ച് തന്നെ മത്സരങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് കൃത്യമായ രീതിയിൽ ഉറപ്പാക്കാൻ പ്രത്യേക പ്രയത്നം തന്നെയാണ് സംഘാടകർ നടത്തുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഈ അതികഠിനമായ ചൂടിനെ പോലും അതിജീവിച്ചുകൊണ്ട് കുട്ടികൾ കൃത്യമായ രീതിയിൽ തന്നെ അവരുടെ പ്രകടനങ്ങൾ പൂർത്തിയാക്കുന്നു എന്നതും ഈ കലോത്സവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഏതായാലും കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ എല്ലാ വേദികളും സജീവമാണ്. എല്ലാ വേദികളിലും വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജിംഷാദ്. ശരി ഷീജ, ഷീജയാണ് ഇതുവരെയുള്ള കലോത്സവത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്.